ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര കൊണ്ടുപിടിച്ച പരിപാടിയിലാണ് കേട്ടോ. അതെന്താ വെച്ചാൽ തലേദിവസം ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള മഴ, ഇടിയും മഴയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു വട്ടം നിൽക്കുന്നുണ്ട്. ആ വട്ടം വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു വെട്ടാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മൊത്തം റബ്ബറും കൂടെ ഉണ്ട്. അപ്പോൾ ആ കമ്പെല്ലാം നമ്മുടെ വീട്ടിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു ശക്തമായിട്ട് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ കമ്പെല്ലാം നമ്മുടെ വീട്ടിൽ കിടക്കും. കമ്പെന്ന് പറഞ്ഞാൽ ചെറിയ കമ്പലാട്ടോ, അത്യാവശ്യം വലുത് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ തറവാട്ടിലൊരു തോട്ടിയെ കിട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതും. അപ്പോൾ അത് കൊണ്ട് രാവിലെ ചേട്ടൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ചേട്ടൻ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് രാവിലെ തന്നെ ഞങ്ങളത് ഒടിക്കുന്ന പരിപാടി. ഞങ്ങൾ വെറുതെ കാഴ്ചക്കാരും മാത്രം, ഈച്ചിക്കൂട്ടിനും വെറുതെ കാഴ്ചക്കാരും മാത്രം. അത് ചേട്ടൻ അവിടെ നമ്മളിങ്ങനെ വാള് കൊണ്ട് മുറിച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് അതേ നിൽക്കുന്ന വട്ടമുണ്ടോ, ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാടെ തലേ ദിവസം വന്ന് ചാടിയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേത്തേട്ടൊന്നും ചാടിയില്ല, വട്ട ഒടിഞ്ഞ് അങ്ങോട്ട് ചാടാറായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീക്കണ്ടാവും. ഇതിപ്പോൾ വേറെ നമ്മുടെ വീടിൻ്റെ മേലായിട്ടായിട്ട് കുറേ ശിഖരങ്ങളുണ്ടായിരുന്നു റബ്ബറിൻ്റെ. അപ്പോൾ അതൊക്കെ ഒടിച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ആപത്തായി നിൽക്കുന്നതെല്ലാം ഒടിച്ച് കളയുമായിരുന്നു കേട്ടോ. നേരെ രാവിലെ തന്നെ വന്നിട്ട് ആ പരിപാടിയിലേക്കാണ് കിച്ചോറിനും ചേർന്നും കൂടി പിച്ചിക്കൂട്ടനാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ അടുത്തിട്ട് പോയി മെനവണിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം മറ്റേ കരിയിലേക്ക് ചാടി കിടക്കുമായിരുന്നു. മരം വെട്ടേൻ്റെ കമ്പും അതും ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാൻ പോയി അതെല്ലാം വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി വെട്ടാവുള്ളൂ അപ്പുറം സൈഡിൽ. അപ്പോൾ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പിച്ചിക്കൂട്ടനാണിപ്പോൾ എന്ത് ചെയ്ത് കുളിക്കാനൊന്നും വരുന്നില്ലായിരുന്നു. വിളിച്ചവിടെ പണീനെ കണ്ടിട്ട് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി അവനെ കുളിപ്പിച്ചൊക്കെ കഴിച്ചു. ചേട്ടൻ അവിടെ കെട്ടാൻ വേണ്ടി വെച്ച വയറും വള്ളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനത് കളിക്കാനൊന്നും പറഞ്ഞു. അപ്പോൾ നേരെ എടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അവൻ്റെ കളിപ്പാട്ടാന്നും പറഞ്ഞ്. പിന്നെ നമ്മുടെ കൊച്ചിന് ഏറ്റവും വേണ്ടത് വടി. എവിടെ പോയാലും വടിയില്ലാണ്ട് എൻ്റെ ചെക്കന് ഒരു സമാധാനമില്ല. ഇവിടെ വടി ഇല്ലാഞ്ഞിട്ട് ചെറുക്കൻ മൂന്നാറ് പോയാണ് വടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതായത് ഇപ്പോൾ വടി ഭയങ്കര ക്രേസാണ് കേട്ടോ. ആക്കുക ഏത് വടിയായാലും പിള്ള എവിടെയായാലും വേണ്ടില്ല, റോഡ് സൈഡായാലും വേണ്ടില്ല, അവന് വടി വേണം. ഇറങ്ങി നടക്കുവാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവനത് വേണം. അപ്പോൾ ആ കമ്പുകളൊക്കെ ഒടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കമ്പിൻ്റെ കഷ്ടം കിട്ടി. അപ്പോൾ അതും പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്നതാണ്. പകലും മൊത്തം ഞങ്ങളിത് വീട്ടിലായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അപ്പോൾ അവർ അവൻ്റേതായിട്ട് ഡ്യൂട്ടിയിലും ഞാൻ എൻ്റേതായിട്ട് ഡ്യൂട്ടിയിലൊക്കെ കഴിഞ്ഞ് നിന്ന് പെച്ചിക്കൂട്ട് എന്തേത് ഫ്രണ്ടിൽ പോയില്ല കേട്ടോ. വലിച്ച വെട്ടണം നോക്കിയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മണി പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ കണ്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് നല്ലപോലെ നീണ്ട് നിൽക്കുന്നതൊക്കെ അത് മേളിലായിട്ട് കണക്ട് ചെയ്ത് കയറ്റി വെച്ചേക്കും. അപ്പോൾ നല്ല രസമാണ്, നല്ല തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി അത് ഇട്ടുകൊണ്ടെന്ന് അവൻ ഇറങ്ങി പോവും അങ്ങോട്ട്. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയി അത് ശരിയാക്കി തരാം, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കൊണ്ടുപോയി. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് കെട്ടാൻ വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവൻ്റെ പാട് നോക്കി പോകും. ഞാൻ അവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കും കേട്ടോ. അപ്പോൾ അവർ റോഡിൻ്റെ അവിടെ നിന്നിട്ടാണ് കമ്പും കാര്യങ്ങളെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം നമുക്ക് തീരാറുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചോട്ടൻ അവിടെ നിന്ന് കയറൊക്കെ ഇട്ട് കൊടുക്കുകയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വാളുണ്ട്, അതുകൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കമ്പ് ഇങ്ങനെ ഇതില്ലേ, എന്താ അതിൻ്റെ പറയുന്നത്, കയറ് കെട്ടി മുറിച്ചിങ്ങനെ വലിച്ചടിക്കുക, അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ കാഴ്ചക്കാരായിട്ട് നോക്കുന്നുണ്ട്. ഇവൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. അപ്പോൾ ഗേറ്റ് ഞാൻ പൂട്ടിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണിച്ച് തരാം അയച്ചുകൂട്ടാന്നും പറഞ്ഞ് ഞാൻ അവനെടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ശരിയാവില്ല ചെറുക്കൻ. അപ്പോൾ വെള്ളിച്ചേരെ കൂടെ പോയി അവിടെ നിന്ന് കാണണം, അതാണ് അവന് ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ അവൻ ഓടി ഇറങ്ങി അങ്ങോട്ട് പോകും. ഫൈനലി നമ്മുടെ വെട്ടി കമ്പൊക്കെ ഏകദേശം തീരാറായി കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു സൈഡിൽ ഒരു വലിയൊരു കമ്പും കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് ചേട്ടൻ അവിടെ കയറി അപ്പുറം സൈഡിലാണ് കമ്പ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെട്ടിക്കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഓടി ചേട്ടനായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ദേ പോകുന്നു. അതിൻ്റെ സൈഡിൽ നമ്മുടെ തോട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ സൺഡേ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചിട്ടുമ്പോൾ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം റെഡിയാക്കി പുറത്തേക്ക് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് വീട്ടിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ആദ്യം കയറ്റി എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മച്ചി കുറച്ച് നൈറ്റിയുടെ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തയ്ക്കാൻ വേണ്ടി. അപ്പോൾ വന്ന വഴിക്ക് എന്നെ അത് കാണിച്ചു തരുവാണ്. നൈറ്റിയുടെ തുണിയും പിന്നെ എന്തൊക്കെയാണ് ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അമ്മച്ചി എന്ത് വാങ്ങിച്ചാലും എൻ്റെ അടുത്തൊന്ന് പറയും കേട്ടോ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ തന്നെ കാണിച്ചു തരുമോ വാങ്ങിച്ചാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ചുരിദാർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതും പിന്നെ നൈറ്റിയുടെ തുണി കേട്ടോ. അടിപൊളിയായിട്ട് ടോപ്പ് അടിക്കാം കേട്ടോ. കണ്ട നൈറ്റിയുടെ തുണിയാണെന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് അടിക്കാമെന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ടോപ്പിനുള്ളതും ഒരെണ്ണം നൈറ്റിക്കുള്ളതും അങ്ങനെ എന്തൊക്കെ എടുത്ത് ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ.
ഞങ്ങളെല്ലാം എടുത്ത് നോക്കണതിൻ്റെ ഇടയ്ക്ക് ഇച്ചിക്കൊണ്ടും അത് വാരിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അച്ഛനെ കാണിക്കാനായിരുന്നു. കിച്ചോടെ ഫ്രണ്ടിലവിടെ വെല്ലുമിച്ചായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനെ കാണിക്കാനാന്ന് പറഞ്ഞു പുള്ള സൈഡിൽ ഓരോന്ന് എടുത്തോണ്ട് പോകണ്ടായിരുന്നു. പിന്നെ വെല്ലുമിച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെല്ലുമിച്ചിക്കും 2 നൈറ്റിയുടെ തുണി എടുത്ത് കൊടുത്തു. അപ്പോൾ വെല്ലുമിച്ചിക്കും അത് നൈറ്റി അടിക്കാൻ വേണ്ടി തോന്നല്ല കേട്ടോ. അപ്പോൾ എല്ലാം നൈറ്റി തുണിയെല്ലാം നമ്മളിപ്പോൾ ടോപ്പ് അടിക്കലാണ് കേട്ടോ. വെല്ലുമിച്ചിക്കും ടോപ്പ് അടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അത് ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി വന്നപ്പോൾ തന്നെ എടുത്തെടുത്തോ, എന്നോട് ചുരിദാർ കഴിച്ചോളാം പറഞ്ഞു. പിന്നെ നമ്പർ വേണ്ട അമ്മച്ചി കഴിച്ചു. അമ്മച്ചി ഇഷ്ടപ്പെട്ട് എടുത്തതല്ലേ, അപ്പോൾ അമ്മച്ചി ഇത് കഴിച്ചോളൂ. അപ്പോൾ അമ്മച്ചി എനിക്ക് വേറെ എടുത്തരാന്നൊക്കെ പറഞ്ഞ് ഇനി അവിടെ തന്നെയൊക്കെ പറഞ്ഞോടെ ഇരിക്കുമായിരുന്നേ. എന്താ രസമല്ലേ, വീട് അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇങ്ങ് ദൂരെയാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ കിച്ചൻ്റെ വീട്ടിലായാലും ഒരു ഉച്ചഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, അത്യാവശ്യം ദൂരമുണ്ട്, എന്നാലും അധികം ദൂരമില്ല കേട്ടോ. വലിയ ലോങ് ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് വരുമോ പോവോ എടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്ത ദിവസം വെല്ലുമിച്ച് പോകും കേട്ടോ. കഴിഞ്ഞ ദിവസം വെല്ലുമിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ചായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. പിന്നെ ഇതാണ് തുണി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ബ്ലൂ നേവി ബ്ലൂവും റെഡും ആണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായി. ടോപ്പ് അടിച്ച് നല്ല കിഡുമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അമ്മച്ചെടുത്ത് പറഞ്ഞു ഇത് ടോപ്പ് അടിച്ചോ മറ്റേത് നൈറ്റിക്ക് അടിച്ചോ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം കാണിച്ച ചുരിദാറില്ലേ, ഒരു ചുരിദാറാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചെറിയ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മഴ പെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ചായ കുടിക്കുകയായിരുന്നു. കിച്ചണും വേണ്ട കേട്ടോ, കിച്ചണോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ചക്കയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അച്ചപ്പം അവനവിടെ വെച്ചുകൊണ്ടിരുന്ന അച്ചപ്പൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ചായ കുടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് പുറത്ത് പറമ്പേക്കടയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കട്ടെ. എപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാലും വീട്ടകത്ത് തന്നെ ഇരിക്കത്തില്ല, ജസ്റ്റ് പുറത്തേക്കടയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞെങ്കിൽ നമ്മൾ നടക്കും. അപ്പോൾ അമ്മച്ചി കുറേ ചൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണിയില്ലാത്ത സമയത്ത് അമ്മച്ചി അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ല, എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും അങ്ങനെ കാശ് കൊടുത്ത് ചൂടൊന്നും അങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങിക്കാറില്ലാട്ട്, ഇങ്ങനെ ചുരുമ്പി എടുക്കാൻ ചെയ്യാറ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ചൂല് 2-3 കെട്ടി വെച്ചിട്ടുണ്ടോ കൊണ്ടുപോക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അടിക്കാൻ സുഖമുള്ളത് നോക്കുവാണ്ടോ. അപ്പോൾ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒരുമാതിരി കിടക്കുമല്ലോ. അപ്പോൾ അമ്മച്ചി ആ തുമ്പെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചൂലൊക്കെ എടുത്ത് വയ്ക്കുകയായിരുന്നു. ഇച്ചിക്കൂട്ടൻ എന്താ ഇപ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നറിയും, അവനും വടി വേണം, അതിനുള്ള വാശിയിൽ അവൻ ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ വേണ്ടാടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ വടിയെടുക്കാൻ വേണ്ടിയിട്ട് ആൾ നേരെ പറമ്പിലോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ നേരം വീട്ടിലിരുന്നതിന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ടിരുന്നു. അപ്പോൾ അവിടെ കുട്ടീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ടൗണിലോട്ട് പോയി ചെറിയതായിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇച്ചിക്കൂടെ കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ ഒന്ന്. അത് കഴിഞ്ഞ് ആൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. പോകുന്ന സമയത്തൊന്നും അങ്ങനെ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ചെറിയ മഴ, ഇപ്പോൾ മഴയുടെ സീസണാണല്ലോ. മഴ സീസൺ എന്നല്ല, എന്നാ പറയുക, ഒരു വേനൽ മഴ എന്നൊക്കെ പറയുമല്ലോ, ഒരു ഉച്ചയുള്ളൊരു മഴ. അപ്പോൾ ആ മഴയാണ്. അപ്പം സാധാരണ ഞങ്ങൾ കാറെടുക്കുന്ന ദിവസം മഴ പെയ്യാറില്ല, പക്ഷേ ഇന്ന് ചെറുതായിട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി വീട്ടിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അപ്പുറം ഒരു കാറുണ്ട്. അപ്പോൾ അത് പോയിട്ട് നമുക്ക് അങ്ങോട്ട് കയറ്റാം, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ അങ്ങോട്ട് കയറ്റാതെ പറഞ്ഞുകൊണ്ട് കിച്ചോട്ടൻ എന്ത് ചെയ്യുക, കാറ് നേരെ അങ്ങോട്ട് പാർക്ക് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ട് വേണ്ട വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചില്ലറ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചേട്ടനെ നോക്കി അവിടെ ഇരുന്നു, ഇച്ചിക്കുട്ടനെ നോക്കി അവിടെ ഇരുന്നു. അപ്പം ഞാൻ എനിക്ക് വേണ്ട ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ തപ്പി പറക്കി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾക്ക് വീട്ടിലോട്ട് ചൂല് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചൂല് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എന്തും എടുക്കാൻ വേണ്ടി പറ്റില്ല, അത് അവർ കട്ടും കെട്ടിട്ട് വെച്ചേക്കും. ലാസ്റ്റ് പിന്നെ ഞാൻ അവിടെ നിന്ന് കിച്ചോറിൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ കിച്ചോറിനൊക്കെ അത് അയച്ചെടുത്ത് തന്നു കേട്ടോ. വലിച്ച് ഞാൻ എടുത്തു. അവിടെ നിന്ന് ചേട്ടന്മാരെ നോക്കിയപ്പോൾ ചേട്ടന്മാരും കണ്ടില്ല. പിന്നെ അത് ഞാൻ വലിച്ച് പറിച്ചെടുക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ, പച്ചക്കറി സെക്ഷൻ, പിന്നെ നോൺ ഐറ്റംസ് എല്ലാം ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം വാങ്ങിച്ചു. അതൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ ഇനി നേരെ തറവാട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോയാലും ലാസ്റ്റ് നമ്മൾ തറവാട്ടിലോട്ട് പോകാറുണ്ട്. നമ്മൾ എവിടെ കറങ്ങാൻ പോയാലും അല്ലെങ്കിൽ ആദ്യം വീട്ടിൽ പോയാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നേരെ തറവാട്ടിലോട്ട് അമ്മ എടുത്തിട്ട് പോകാറുണ്ട് കേട്ടോ. അമ്മ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ നേരെ വീട്ടിലോട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കും. അപ്പം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകല്ലേ. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നേക്കാം. അപ്പോൾ കിച്ചോട്ടത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. മഴ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത് ഇടിവാളം വീഴാനുണ്ടോ, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ തറവാട്ടിലെത്തി. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.